ഒരു പ്രശ്നം തന്നെയാണ്. ഈ പല ജില്ലകളിലുള്ള ആളുകൾ 14 വയസ്സുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടുന്നത് അത് ഈ ആപ്പ് വഴി മാത്രമാണോ, അതല്ല ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിൽ ഈ കുട്ടിയെ ചൂഷണം ചെയ്യാൻ, ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്നു എന്ന നിഗമനത്തിലേക്കാണോ പോകുന്നത്? ആപ്പിന് പുറത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടോ? ഗൂഗിൾ ഈ ആപ്പ് മാത്രമല്ല, അതായത് ഡേറ്റിംഗ് ആപ്പ് മാത്രമല്ല, ഡേറ്റിംഗ് ആപ്പിന് പുറത്തേക്ക് ഈ തൃക്കരിപ്പൂർ, ചന്തേര, അതുപോലെ തന്നെ പടന്നക്കാട്, പടന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനൊരു കാര്യമെന്ന് അതിനൊരു പ്രധാനപ്പെട്ട സംശയം രൂപപ്പെടാനുള്ള ഒരു കാര്യമെന്ന രീതി ഈ AEOയെ അറസ്റ്റ് ചെയ്തിരുന്നു, അതായത് സൈനുദ്ദീനെ അറസ്റ്റ് ചെയ്തിരുന്നു. സൈനുദ്ദീനൊപ്പം തന്നെ പിടിയിലായത് സൈനുദ്ദീൻ്റെ അയൽവാസിയായ ഒരാളാണ്. സൈനുദ്ദീൻ പറഞ്ഞതനുസരിച്ചാണ് ആ യുവാവ് അവിടേക്ക് പോയതെന്നാണ് പോലീസിന് മൊഴി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ മാറിയിരിക്കുന്നു. ഈ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് കാഞ്ഞങ്ങാട് DYSPയുടെ ആ ഒരു സർക്കിൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് രൂപപ്പെട്ടിരുന്നു. അത് പോലീസ് മനസ്സിലാക്കിയത് ഏറ്റവും ഒടുവിലാണ്. ഈ കുട്ടിയുടെ വീട്ടുകാരും അവസാനമാണ് മനസ്സിലാക്കിയതെന്ന് പറയുന്നുണ്ട്. കുട്ടിയുടെ മാതാവാണ് ഇത് കാണുന്നത്. അങ്ങനെ മാതാവ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് കുട്ടിയെ ചോദ്യം ചെയ്തു. കുട്ടി വിശദമായ മൊഴി, അതായത് എല്ലാ പ്രതികളെക്കുറിച്ചുള്ള വിശദമായ മൊഴി നൽകി. അങ്ങനെയാണ് 14 കേസുകൾ എടുക്കുന്നത്, 16 പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നതും. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികൾ, കൂടുതൽ ഏജന്റുമാരുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ഗൂഗിൾ. ശരി, ഈ കുട്ടി പ്രായപൂർത്തിയാകാതെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആപ്പിലേക്ക് തെറ്റായ വിവരം നൽകി ലോഗിൻ ചെയ്യുക, അക്കൗണ്ട് എടുക്കുന്നതിന് അപ്പുറത്തേക്ക് അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രിമിനലുകളുടെ ഒരു സംഘം തന്നെ ഇത്തരത്തിൽ ഈ ആപ്പിന് പുറത്തൊരു നെറ്റ്വർക്ക് തന്നെ ഈ കുട്ടിയെ, 14 വയസ്സുകാരനായ കുട്ടിയെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ, ഇപ്പോൾ 16 വയസ്സെത്തിയിരിക്കുന്നു, അവർ ആ 2 വർഷം ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തതിൽ, ലൈംഗികമായി ചൂഷണം ചെയ്തതിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ക്രിമിനൽസ് ഉണ്ട് എന്നത് വ്യക്തമാവുകയാണ്. തുടരന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. പല പ്രതികളും ഒളിവിലാണ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.